ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസത്തിന് നൽകാൻ ലക്ഷ്യമിട്ട് +2 വിദ്യാർത്ഥിനി ശില്പ രതീഷ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ശില്പ വരച്ച അക്രിലിക് ചിത്രങ്ങളുടെ പ്രദർശനത്തിന് തുടക്കമായി. കലാകാരികളായ അധ്യാപികമാരുടെ കൂട്ടായ്മയായ ശ്രാവണിക അമാൽഗമേഷൻ ഓഫ് ആർട്സ് ആണ് ഡിസ്പ്ലേ ഓഫ് ഡ്രീംസ് വയനാടിനൊരു കൈത്താങ്ങ് ചിത്രപ്രദർശനം ഒരുക്കിയത്. കതിരൂർ HSS വിദ്യാർത്ഥിയും കതിരൂർ താളിയിൽ അനിതയുടെയും രതീഷിൻ്റെയും മകളുമായ ശില്പ സ്വപ്നതുല്യമായ കാഴ്ചകളാണ് 30 ചിത്രങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു ചിത്രപ്രദർശനം നടത്താൻ തീരുമാനിച്ചത് വയനാട്ടിൻ്റെ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇവിടുന്ന് വിറ്റ് കിട്ടുന്ന ചിത്രങ്ങളുടെ എത്ര തുകയായാലും അത് മുഴുവനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 30-ലേറെ ചിത്രങ്ങളാണുള്ളത്. അക്രിലിക് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ചിത്രപ്രദർശനം സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കൺവീനർ ഡോക്ടർ NK അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയും മോഹിനിയാട്ടം നർത്തകിയുമായ P സുകന്യ അധ്യക്ഷയായിരുന്നു. അധ്യാപിക R നിഷ, ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ജയകൃഷ്ണൻ നരിക്കുട്ടി, ചിത്രകാരന്മാരായ ഷാജി കാവിൽ, സായി പ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ചിത്രത്തിൻ്റെ ആദ്യ വിൽപ്പന നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഹമ്മദ് റാഫിയുടെ 100ാം ജന്മവാർഷികം 100 പാട്ടുകൾ പാടി ആഘോഷമാക്കി